കുമരിച്ചന്ത പാലം അവിടെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ ഇതാ ഇപ്പോൾ എല്ലായിടത്തും ക്യാമറ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കുമരിച്ചന്തയിലും ക്യാമറ ട്രാഫിക്കിന്റെ ഭാഗമായി AI ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ പിഴയ്ക്ക് യാതൊരു കുറവുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെയും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷിതത്വം കരുതി തന്നെയാണ് സർക്കാർ ഈ ഒരു രീതിയിലേക്ക് കുമരിച്ചന്തയിലും ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്. അതോ ഈ തിരക്ക് കാരണം ഇവിടെ ബ്രിഡ്ജ് വരുന്നതിന് വേണ്ടിയുള്ള പണി നടക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ ഈ പറഞ്ഞതുപോലെ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട്. ഇപ്പൊ താൽക്കാലികമായി തുറന്നു കൊടുത്തു. എന്നാൽ ഇവിടെ ക്യാമറ ഇതിന്റെ ഭാഗത്തായി ഇന്നലെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് ക്യാമറ. കുമരിച്ചന്തയിൽ നിന്ന് നേരെ പൂന്തറയ്ക്ക് പോകുന്ന ഭാഗത്താണ് ഈ ഒരു ട്രാഫിക് ക്യാമറ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നു പോകുന്നവരെ സൂക്ഷിക്കണം. ഇത് വെറുമൊരു പിഴ ഈടാക്കൽ മാത്രമല്ല, മറിച്ച് ഈ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് സർക്കാർ ഇതേപോലുള്ള AI ക്യാമറകൾ അതോടൊപ്പം തന്നെ ട്രാഫിക് സിഗ്നലുകൾ എല്ലാം സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആളുകളും അതോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ആളുകളും പോലീസിനെ പേടിച്ചോ അല്ലെങ്കിൽ പിഴയെ പേടിച്ചോ മാത്രമല്ല നമ്മൾ ഹെൽമെറ്റ് ധരിക്കേണ്ടത്, സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത്. എന്നാൽ അവിടെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളെ പാലിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഓരോ പൗരന്റെയും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ കുമരിച്ചന്ത പാലം ഇപ്പോൾ പണിയുടെ ഭാഗമായി ഒരു ഭാഗം മാത്രം തുറന്നു കൊടുത്ത് ഇപ്പോൾ ഏകദേശം പകുതിയോളം അത് തുറന്ന് ഇട്ടേക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ആശങ്കയാണ്. സമരസമിതി തങ്ങളുടെ ആവശ്യമായ രംഗത്ത് വന്ന് സമരം നടത്തിയെങ്കിലും അത് അവതാളത്തിലായോ, പണി ഇതോടെ അവസാനിച്ചോ, പാലം പണി വെറും സ്വപ്നമായി മാത്രം അവശേഷിച്ചോ എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിന് കാരണം ഇവിടെ ഏകദേശം പകുതിയോളം ബാരിക്കേഡുകൾ എടുത്ത് മാറ്റി ഇപ്പോൾ വാഹനം ഈ മെയിൻ റോഡ് വഴി തന്നെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ചെറിയ റോഡ്, സർവീസ് റോഡ്, അത് വളരെയധികം ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാവരുടെയും സമരസമിതിയുടെ അടക്കം ബാധ്യത എന്ന നിലയ്ക്ക് അവരെല്ലാം മുൻകൈ എടുത്തുകൊണ്ടാണ് ഇവിടെ താൽക്കാലികമായി തുറന്നു കൊടുത്തത്. എന്നാൽ അത് പൂർണ്ണമായും തുറന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ആശങ്കയിലാണ് ഈ ഒരു പാലം പണി നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് നമുക്ക് പിന്നീട് ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാം. എന്നാൽ ഇപ്പോൾ ഞാനിത് ലൈവ് ചെയ്യുന്നത് ഇവിടെ ക്യാമറ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുമരിച്ചന്ത ഭാഗത്ത് പൂന്തറ പോകുന്ന ഭാഗത്തേക്ക് ഈ ക്യാമറ ട്രാഫിക് പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പോലീസിനെ പേടിക്കാൻ മാത്രമല്ല, പിഴ അടയ്ക്കാതിരിക്കാൻ മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവന്റെ ഭീഷണി ആകാതിരിക്കാൻ, ജീവൻ നഷ്ടമാകാതിരിക്കാൻ, അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാനും അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമെറ്റ് ധരിക്കാനും നിർദ്ദേശം വന്നിട്ടുള്ളത്. പുറകിലുള്ളവർ പോലും അങ്ങനെ വേണമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ലൈവ് ടെലികാസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാകണം. എന്താണ് ഈ AI ക്യാമറ ഈ അവസ്ഥയിലും സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള പൊതുജന അഭിപ്രായം? അത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ന്യൂസുമായി കാണുന്നത്. തൽക്കാലം വിട. ബൈ.